ഉണ്ടായിരുന്നു. അങ്ങനെ പല വൈദിക ശ്രേഷ്ഠരും കടന്നു പോയതായ കുടുംബത്തിൽ പുതുതായിട്ട് ഒരു അഭിഷിക്തൻ ജനിക്കുമ്പോൾ ഏറെ സന്തോഷം കൊണ്ട് വളരെ ദൈവാശ്രയത്തോടെ ഒരു വൈദികൻ എന്ന നിലയിൽ ജീവിക്കുവാൻ തക്കവണ്ണം സുരക്ഷിതനായ ദൈവതമ്പുരാൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ എടുക്കുവാൻ അല്ലെങ്കിൽ കർത്താവിനെ തന്നെ ഉള്ളമയിൽ വഹിക്കുവാനുള്ളതായ ഒരു ഭാഗ്യം ലഭിച്ചവനാണ്. അപ്രകാരമുള്ള ഭാഗ്യത്തിന് യോഗ്യനായി തീർന്ന ബഹുമാനപ്പെട്ട അച്ഛന് തുടർന്നുള്ളതായ നാളുകളിൽ കർത്താവുമായിട്ടുള്ളതായ നിരന്തരമായ ആ ബന്ധത്തിൽ തൻ്റെ ദൈവികമായിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കേണ്ടതോളം സുരക്ഷിതനായ ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിന് പ്രിയമുള്ളവരെ, വൈദിക സെമിനാരിയിലെ 2002-2007 ബാച്ചിലെ വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ദിനത്തെ കാണുന്നത്. ഞങ്ങളുടെ സഹപാഠിയായ ആദരണീയനായ ഗീവർഗീസ് മാശൻ ഇന്ന് ഗീവർഗീസ് അച്ഛനാവുകയാണ്. വൈദിക സെമിനാരിയിൽ 1-ാം വർഷം മുതൽ തന്നെ അദ്ദേഹം ഷമ്മാശനായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഷമ്മാശന്റെ യാതൊരു പുറമേക്കുള്ള പ്രകടനങ്ങളുമില്ലാതെ സാധാരണ വിദ്യാർത്ഥികളായ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുസൃതികളും ഒക്കെ കണ്ട് ശാസിക്കേണ്ടത് ശാസിച്ചും തിരുത്തേണ്ടത് തിരുത്തി ഞങ്ങളെക്കാളും വളരെ സീനിയറാണെങ്കിൽ ഞങ്ങളോടൊപ്പം ഒരു സഹോദരനെ പോലെ എന്ന് മാത്രമല്ല രക്തത്തിൽ പിറന്ന സഹോദരനെ പോലെ അദ്ദേഹം ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പട്ടമുള്ള ശുശ്രൂഷയിൽ ഇവിടെ വന്ന് സംബന്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏവർക്കും ഹൃദയംഗമായ സന്തോഷമുണ്ട്. തുടർന്നും വൈദിക ജീവിതത്തിൻ്റെ ഉന്നതികളിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തൻ അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഒന്ന് മാത്രമേ ഇന്ന് നമ്മുടെ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. അതിലുപരി എന്നെ സംബന്ധിച്ച് വളരെ ആഹ്ലാദമുള്ളൊരു ദിവസമാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന ദിവസം. കാരണം ഇന്നത്തെ നവാഭിഷിക്തനായ അച്ഛൻ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. പെട്ടെന്ന് ഞാൻ പഴയ കാലത്തേക്ക് ഓർത്തു പോവുകയാണ്. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അച്ഛനും അച്ഛൻ്റെ ട്വിൻ ബ്രദറും ഒന്നിച്ചൊരു ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് അധ്യാപകരൊക്കെ ആ ക്ലാസ്സിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ആ കുസൃതിക്കാരൻ്റെ വൈദ്യനെ കാണുമ്പോൾ ശല്യം എന്ന് പറയുമായിരുന്നു. അത്രമാത്രം കുസൃതി നിറഞ്ഞ ബാല്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ക്ലാസ്സിൽ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും അവർ രണ്ടുപേരും എനിക്കൊരു ശല്യം ഉണ്ടാവുകയോ ഉപദ്രവം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ നന്ദിയോടെ അറിയിക്കുകയാണ്. അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഇന്നത്തെ പുതിയ അച്ഛനെന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഡോക്ടർ ഫ്രാൻസിസ് ത്രിവേണി, ബഹുമാനപ്പെട്ട തോമസ് പോളൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എനിക്ക് ഇന്ന് മറ്റു പ്രാസംഗികങ്ങളൊക്കെ കൂടി 2 പ്രത്യേക ഭാഗ്യമുണ്ടെന്ന് കരുതുന്നു. ഒന്ന്, ഷമാശന്റെ കൊച്ചപ്പന്റെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. 2, വൈദിക സെമിനാരിയിൽ അദ്ദേഹത്തെ 1 വർഷം പഠിപ്പിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗ്യം എനിക്ക് ലഭിച്ചപ്പോൾ സന്തോഷത്തോടുകയാണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെമിനാറിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കും, ഒരു എസ്സേ എഴുതാൻ പറയും, നിങ്ങൾ എന്തുകൊണ്ട് വൈദിക വൃത്തി തിരഞ്ഞെടുക്കും? അന്ന് പ്രമോദ് ചമാച്ചന്റെ ഉത്തരം വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അദ്ദേഹം ഈ ദൈവിക വിളിക്ക് യോഗ്യനായ ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ വിളികൾ ഇനിയും സഭയുടെ ഉന്നത പദവികളിലേക്ക് ഗീവർഗീസ് അച്ഛന് വരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. കൊച്ചുവാടിലെ ഗീവർഗീസ് നിർമ്മാച്ചൻ സഭയുടെ ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചു നമുക്കൊക്കെ അറിയാം. ഗീവർഗീസ് കൊച്ചുവാടിലെ 2ാമനാണ്. ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ആദരണീയനായ പ്രമോദച്ചൻ, പ്രിയമുള്ള സഹോദരങ്ങൾ,
വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ്റെ ഈ സ്ഥാനത്തെത്തി ആശംസകൾ അർപ്പിക്കുന്നത്. ഒരുപക്ഷെ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിന് ശേഷം സന്യാസ പട്ടത്തിലേക്ക് കടന്നു വരുന്ന അച്ഛൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വിളി എന്താണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആശംസകൾ അർപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി അച്ഛന് വേണ്ടി നന്ദി പറയുക എന്നുള്ളൊരു ചുമതല കൂടിയാണ് എനിക്കുള്ളത്. ഒരു കുടുംബമായി നിൽക്കുവാനും ഒരേ രീതിയിൽ പ്രാർത്ഥിക്കുവാനും ഒരേ വഴിയിലൂടെ കടന്നു പോകാനും ആഗ്രഹിക്കുന്ന സമൂഹത്തിലേക്ക് ഒരാളെ കൂടി ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് നൽകപ്പെടുന്ന എല്ലാ പിന്തുണയും അതിനുള്ള നന്ദിയുമൊക്കെ രേഖപ്പെടുത്തുന്നു. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. മാതാവിൻ്റെ നിയോഗവും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും ഉണ്ടായ വെല്ലുവിളികളും അതൊക്കെ തിരിച്ചറിയുകയും തൻ്റെ യഥാർത്ഥ വിളി എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്യാൻ ബോധപൂർവമായ ശ്രമം അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രായം കൊണ്ട് എൻ്റെ അനുജനും സ്ഥാനം കൊണ്ട് എൻ്റെ കൊച്ചപ്പനുമായ പ്രിയപ്പെട്ട പ്രമോദ് അച്ഛന് ആശംസകളും സ്നേഹവും സന്തോഷവും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. വൈദിക ശ്രേഷ്ഠതയിൽ സ്നേഹമുള്ള സഹോദരന്മാരും തമിഴ്നാട് ഭദ്രാസനത്തെ സംബന്ധിച്ച് ഈ സന്തോഷകരമായ സുദിനത്തിൽ